ഒന്നാം പാലൊഴിച്ച് ഇറക്കാം. തിളയ്ക്കണ്ട. തിളച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായി ഞാൻ വീഡിയോയിലൊക്കെ വന്നിട്ട് കേട്ടോ. വീഡിയോ വന്നിട്ട് ഇപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 1.5 മാസമായി. കാരണം എന്ന് വെച്ചാൽ എനിക്കങ്ങ് ക്ഷീണവും തളർച്ചയും ഈ ചൂടൊക്കെ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ക്ഷീണമൊക്കെ. രാവിലെയൊക്കെ എഴുന്നേറ്റ് എല്ലാ ജോലിയൊക്കെ ചെയ്തു വരുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മനസ്സ് വരുന്നില്ല, ഒരു മൂടില്ല. അപ്പോൾ അതങ്ങ് മാറ്റി വെക്കും. അങ്ങനെയൊക്കെ തന്നെ ഓരോ ദിവസവും ഓരോ വീഡിയോ ഇടാന്ന് വരുമ്പം അത് ഓരോ കാരണങ്ങളാൽ അങ്ങ് മുടങ്ങും. പിന്നെ ഇതിനിടയ്ക്ക് ആ ചെക്കപ്പിന് പോക്ക്, ഒരു പ്രാവശ്യം ചെക്കപ്പിന് പോയപ്പോൾ അന്ന് ഡോക്ടറില്ലായിരുന്നു, തിരിച്ച് വീട്ടിൽ വന്ന്. പിന്നെ അത് കഴിഞ്ഞ ആഴ്ച ചെക്കപ്പിന് പോയി. അങ്ങനെയൊക്കെ ഓരോ ആഴ്ചയിലും ഓരോ പ്രശ്നങ്ങളാണ് കേട്ടോ. അങ്ങനെ എന്നാൽ ഇന്നങ്ങ് വീഡിയോ ഇടാമെന്ന് കരുതിയപ്പോൾ ഇന്നലെ വീഡിയോ ഇടാമെന്ന് കരുതിയപ്പം ഇന്നലെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് മഴയും കാറും കോളും ഒക്കെ കൂടി രാത്രിയായപ്പം ഭയങ്കരമായ മഴ പെയ്തു. ഭയങ്കര മഴ, നല്ല ചൂടാട്ടോ. ഞങ്ങൾക്ക് രാത്രി കിടന്ന് ഉറങ്ങാനുള്ള ഒരു ഇതുപോലും ഇല്ല. ഞങ്ങളെ ഏകദേശം ഒരു 10-12 മണിയെങ്കിലും ആവുമെന്ന് കിടക്കാൻ, അത്രയ്ക്കും ചൂടാണ്. അപ്പോൾ അങ്ങനെ ഇന്നലെ അവിടെ ഇരുന്നപ്പോൾ കാണാം ഒരു 9 മണിയായപ്പോൾ കാണാം ഭയങ്കരമായി തകർത്ത് മഴ പെയ്ത് കേട്ടോ. തകർത്ത് മഴ പെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. മഴ പെയ്തു. അപ്പം തോട്ടിൽ വേലിയേറ്റം കയറി കിടക്കും കേട്ടോ. ഭയങ്കര വേലിയേറ്റവും. നോക്കിക്കോണം, നമ്മുടെ ഒരു സമയദോഷം. കഷ്ടകാലം പിടിച്ചവർക്ക് എവിടെ ചെന്നാലും കഷ്ടകാലം എന്ന് പറയുന്നത് കണക്ക് തന്നെ കേട്ടോ. ഭയങ്കരമായ വേലിയേറ്റം. ആ വേലിയേറ്റത്തിൽ മഴയും കൂടെ പെയ്തപ്പം ഈ നമ്മുടെ മുറ്റത്തുനിന്ന് ഇറങ്ങി ചെല്ലുന്ന മഴ പെയ്ത്ത് വെള്ളം ഇറങ്ങി പോകാൻ പറ്റുന്നില്ല. കാരണം തോട് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുക. അപ്പോൾ അത് കാരണം വെള്ളം ഇറങ്ങി പോകില്ല. അതും അങ്ങനെ ആ വെള്ളം അവിടെ കെട്ടിക്കുന്ന എല്ലാം കൂടെ നമ്മുടെ പരിക്കകത്തങ്ങ് കയറി വെള്ളം. അങ്ങനെ പിന്നെ രാത്രി തേച്ച് കഴുകാനൊന്നും പോയില്ല, അവിടെ കിടന്ന് ചെയ്ത്. രാവിലെ എഴുന്നേറ്റ് പിന്നെ അതെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി തുടച്ച് തൂത്ത് വൃത്തിയാക്കി എല്ലാം ചെയ്ത് കുളിച്ച് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ സമയം 9 മണിയോടെ എടുത്തിട്ടുണ്ട്. ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്. ഇന്നും മഴ കാണും കുറേ. ഇന്നും മഴ ഇല്ലാതിരിക്കണേന്ന് ഞാൻ ആലോചിക്കുക. കാരണം മഴ കാണരുതെന്നല്ല, വെള്ളം കോരുന്ന കാര്യം ആലോചിക്കുമ്പോൾ അങ്ങ് മനസ്സിനൊരു വിഷമം. അതാ കാര്യം. മഴ പെയ്യണം. നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാരും ഇങ്ങനെ വെള്ളമില്ലാതെ, കിണറ്റിലൊക്കെ വെള്ളമില്ലാതെ കുറേ ആൾക്കാർ ഇങ്ങനെ വിഷമിക്കുന്നവിടെ ഉണ്ട്. നമുക്ക് പിന്നെ വെള്ളത്തിന് ക്ഷാമം വന്നിട്ടില്ല കേട്ടോ. പൈപ്പിലെ വെള്ളം ആയതുകൊണ്ട് ഇതുവരെയും വെള്ളത്തിന് ക്ഷാമം വന്നിട്ടില്ല. എപ്പോഴാണ് അത് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെയാണ് കാര്യം. അപ്പം രാവിലെ ഇനി കാപ്പി ഉണ്ടാക്കണം. ഇന്ന് കാപ്പിക്ക് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പം അപ്പത്തിന് കറിയെന്ന് പറഞ്ഞാൽ വേറെ കടലയൊന്നും വാങ്ങിച്ചിട്ടില്ല, പോയില്ല, മേടിക്കാനായിട്ട് പോയില്ലായിരുന്നു കേട്ടോ. ഇനി നാളെ മാവേലി സ്റ്റോറിലൊക്കെ ഒന്ന് പോകണം. സാധനങ്ങളൊന്നും ഇല്ല, സാധനങ്ങളൊക്കെ തീർന്ന് മേടിക്കണം. അപ്പോഴേ ഇനി അപ്പത്തിന് കറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഒരു 2-2.5 കിലോ കൊഞ്ച് മേടിച്ചായിരുന്നു കേട്ടോ. ഒരാൾക്ക് ഒരു 1.5 കിലോ അച്ചാർ വേണമെന്ന് പറഞ്ഞു, കൊഞ്ചച്ചാർ. അങ്ങനെ കൊഞ്ചച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ കൊഞ്ച് പിടുത്തം ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ഒരു 2 കിലോ കൊഞ്ച് മേടിച്ച്, അച്ചാർ ഇടാൻ വേണ്ടി 2 കിലോ മേടിച്ച്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ കൊഞ്ച് മേടിച്ചു. അപ്പോൾ അതിലൊരു 4-5 കൊഞ്ച് പിടിയിരിപ്പുണ്ട്. ഞാനെടുത്ത് ഫ്രീസറിൽ വെച്ചിരിക്കുക. അത് എടുക്കണ്ടെന്ന് ചോദിച്ചു. കുറേ ദിവസമായി. കുട്ടനൊക്കെ ഇതിനിടയ്ക്ക് വെച്ച് ഇടുക്കി പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർ വരട്ടെന്ന് കരുതി ആ കൊഞ്ച് എടുത്തില്ല. അപ്പോൾ ഇന്ന് അതെടുത്തൊരു പാലുകറി വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം ഞാനെന്നാ വിചാരിച്ചെന്നാൽ എന്തായാലും പാലുകറി വെക്കുമല്ലോ, അപ്പോൾ എന്നാൽ അതൊന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനതൊന്ന് കൊഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് പോയി ആ കൊഞ്ചും ഒക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കി വെക്കാം. അപ്പം നമുക്ക് നേരെ അങ്ങ് അടുക്കളയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ ചുടായിന്. അപ്പോൾ കൊഞ്ചൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കറി വെക്കാം കേട്ടോ. ഈ ചട്ടി ഒന്ന് ഇപ്പോൾ നമുക്ക് കറി വെക്കാനുള്ള ചെറിയ ചട്ടി വെച്ച് കൊടുക്കാം. ചെറിയ ചട്ടിക്കകത്ത് വെക്കാനുള്ള കറിയെല്ലാം ഉള്ളു, കൊഞ്ചെല്ലാം ഉള്ളു. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചട്ടി വെച്ച് കൊടുത്തു. അപ്പോൾ ഇനി ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കിനി. നല്ലതുപോലെ എണ്ണയൊക്കെ ഒന്ന് തിളച്ച് വരട്ട്. ചെറിയ തീയിൽ കിടക്കുക. അപ്പോൾ ലിജിക്ക് വീഡിയോ എടുക്കാൻ പാകത്തെ ആയതുകൊണ്ട് ഞാൻ ഈ വലിയ അടുപ്പയിലോട്ട് വെച്ചതാണ് കേട്ടോ. കടുകിടണം. പിന്നെ വേറെ കുറേ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി ഇല്ല, ജീരകം ഇല്ല, ഉലുവയില്ല, ജീരകമല്ല ഉലുവ ഇല്ല, വെളുത്തുള്ളി ചേർക്കുന്നില്ല, മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിനകത്തില്ല. നമുക്ക് അല്ലാതെ ഉള്ളൊരു കറിയാണ് കേട്ടോ.
കൊച്ചുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മാത്രം, തേങ്ങാപ്പാലും കുരുമുളക് പൊടി വേണ്ട. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട. നല്ലതുപോലെ നല്ല എരിവുള്ള പച്ചമുളകാണ്. ചട്ടിയിൽ ചെറിയ രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അതാ പൊട്ടുന്നത്. കടുവൊന്ന് ഇട്ട് നോക്കട്ടെ. വെള്ളം മാറി തീർന്നു. അപ്പം ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇഞ്ചിയൊന്ന് നല്ല ഇതുപോലെ ഒന്ന് വാടി കിട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചട്ടി കാണാൻ പറ്റുന്നോന്ന് അറിഞ്ഞൂടാ, ഞാൻ ഒന്ന് മേടിച്ചൊന്ന് കാണിക്കാട്ടെ. കണ്ടോ, ആളിന് പൊക്കി പിടിക്കാനുള്ള വശമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ദൂരത്തോട്ട് മാറിയിരുന്നാണ് ഇരിക്കുന്നത്. എന്നോട് പറഞ്ഞ് അമ്മ വീഡിയോ എടുത്തോ, അല്ല വീഡിയോ ചെയ്തോ, ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന്. അപ്പോൾ ഒരാൾ നമ്മളെ സഹായിക്കാൻ വരാമെന്ന് പറയുമ്പോൾ നമ്മളത് വേണ്ടാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പല്ല് തേച്ചില്ല, ഡ്രസ്സൊന്നും മാറിയില്ല. കുളിക്കുന്നതൊക്കെ ഇനി വൈകിട്ടേ കുളിക്കുന്നുള്ളൂ കേട്ടോ. ഇന്നലെ വൈകിട്ടാണ് കുളിച്ചേ. അപ്പോൾ അതുകൊണ്ട് ഇനി വൈകിട്ടേ കുളിക്കുന്നത്, ജോലിയൊന്നും ഇല്ലല്ലേ. അപ്പോൾ ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കടുവറക്കാൻ അരിയുന്നത് പോലെ അതിൽ ഇച്ചിരി കൂടെ വലുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇടാൻ വിട്ടുപോയി, ഞങ്ങൾ കാര്യം പറഞ്ഞ് സംസാരിച്ചു വന്നത് കൊണ്ട്. അപ്പോൾ ഇനി ഉള്ളി ഒന്ന് വാടുന്നതിന് വേണ്ടിയിട്ടേ ഉപ്പ് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരുപാടങ്ങ് മൂത്ത് വരണ്ട, നല്ലപോലെ ഒന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ വാഴട്ടെ. എപ്പോഴത്തേക്ക് ഉള്ളി വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലുണ്ടാക്കാം. തേങ്ങാപ്പാലിനുള്ള തേങ്ങ തിരിങ്ങിയിട്ടില്ലായിരുന്നു, അപ്പം അതൊന്ന് റെഡിയാക്കുന്നതിനാ കൈ ഇരുന്ന് ഇങ്ങനെ ഒരറ്റം ഇരുന്ന് തിരുങ്ങുന്ന ഏറ്റവും നല്ലത്. നിന്ന് തേങ്ങ തിരുങ്ങുമ്പോൾ നടുവേദന എടുക്കുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ അത് അപ്പോഴ് നമ്മുടെ ചെറിയുള്ളി എന്തായെന്ന് നോക്കട്ടെ. ചെറിയുള്ളി നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഉണ്ടോ, ഇതുപോലെ പച്ച ഒക്കെ മാറി നല്ലതുപോലെ വാടി. ഇനി നമുക്കിതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. ഈ കൊഞ്ച് കൂടി അവിടെ നിന്ന് വെന്ത് വരട്ടെ. നമുക്ക് ആദ്യത്തെ പാല് മാറ്റി വെക്കാം. എന്നിട്ട് രണ്ടാമത്തെ പാല് പിഴിഞ്ഞ് നമുക്ക് കൊഞ്ച് വേകാൻ വേണ്ടിയിട്ട് വെക്കാം. അതവിടെ ഇരിക്കട്ടെ. മിക്സിയിൽ അടിച്ചെനിക്ക് നല്ലതുപോലെ കുറൂറ പാല് കിട്ടിയനായിരുന്നു. അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഈ രണ്ടാമത്തെ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് നമ്മുടെ കൊഞ്ച് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ.
ഇപ്പോഴേ നമ്മുടെ പച്ചമുളകിനൊരു ചെറിയ എരിവ് കുറവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ശകലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല എരിവ്, പക്ഷേ ഇതിന് എരിവ് ഇല്ല ലിജി. ഇപ്പം ലേശം കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു എരിവ് വേണ്ട. അപ്പം അതുകൊണ്ട് നല്ല പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ കുരുമുളക് ഇടേണ്ടെന്ന് ആവശ്യമില്ല ഇതിന്. അപ്പം ഇത് ഒട്ടും എരിവില്ല കേട്ടോ, നോക്കിയിട്ട് എരിവില്ല. അപ്പം അതാ കാര്യം. അപ്പം ഇനി നമ്മൾ രണ്ടാം പാലിൽ കിടന്ന് കൊഞ്ച് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇറക്കാറായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി ഒന്നാം പാലൊഴിച്ച് ഇറക്കാം. തിളയ്ക്കണ്ട, തിളച്ച് കഴിഞ്ഞാൽ അത് എണ്ണയായിപ്പോവും. അപ്പോൾ ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അതങ്ങ് ഇറക്കാം. അപ്പോൾ നമ്മുടെ അപ്പത്തിന് അരച്ച് വെച്ചിരുന്ന മാവ് കേട്ടോ റെഡിയായി. നല്ലതുപോലെ മാവ് പൊങ്ങി റെഡിയായിരിക്കും കേട്ടോ. ഇനി ഉപ്പും ചേർത്ത് അങ്ങ് ഇളക്കി കൊടുത്തൊന്ന് ചുട്ടെടുത്താൽ മാത്രം മതി. ഈ ചട്ടിയിലാകുമ്പോഴേ നമുക്ക് വലിയ അപ്പം ഉണ്ടാക്കാം. കറക്കി എടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയും കൂടെ ഒക്കെ ചുട്ടെടുക്കട്ടെ. ബാക്കി ചുട്ടെടുത്ത് പോയി ഇനി പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടിരുന്നു. കാപ്പി ഇപ്പം കൊണ്ടുവരേ. ഇപ്പോഴും ലിജിക്കും കുട്ടനും ഉള്ള പാലാണ് അടുപ്പിരിക്കുന്നത്. ലിജിക്ക് പാല് കൊടുക്കും, പിന്നെ കുട്ടൻ ചായ കുടിക്കത്തില്ല. അപ്പം അവർ രണ്ടുപേരും പാലേ കുടിക്കും കേട്ടോ. രണ്ടുപേർക്കും ഉള്ളതായത് പിന്നെ ഇടയ്ക്ക് ചേട്ടനും കൂടെ ചായ ഉണ്ടാക്കണം. അപ്പം നല്ലതുപോലെ പാലൊന്ന് വെന്ത് കഴിയുമ്പം ചേട്ടനും ചായ ഇട്ട് കൊടുക്കാം. അപ്പം ഇനി അവർക്ക് കഴിക്കാൻ കൊടുക്കട്ടെ. രണ്ടുപേരും രണ്ടിടത്തായിട്ടിരിക്കുന്നത് കൊണ്ട് രണ്ട് സൈഡിൽ കൊണ്ടുപോകണം. ചേട്ടാ സൂപ്പറാന്നോ? കഴിക്കൂ. പിന്നെ ഇവരൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല ചൂരക്കറിയുണ്ട്. ഇന്നലത്തെ ചൂരക്കറി കേട്ടോ. ചൂരക്കറിയുണ്ട്, അപ്പമുണ്ട്, പാല് കാച്ചിക്കൊണ്ട് വെച്ചേക്കുന്നു. ഇനി കുടിക്കാനുള്ള വെള്ളം എടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ തീർന്നു. കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കുക കേട്ടോ. അപ്പം അവരെല്ലാം കാപ്പി കുടി കഴിഞ്ഞ് അപ്പുറം ഇരിക്കുക. ഞാനും കാപ്പിയൊക്കെ കുടിച്ചു. അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഉടനെ തന്നെ വീഡിയോ ഇടാൻ കുറേ നാൾ കൊണ്ട് ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഇടാതിരുന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ വീഡിയോ ഇടുന്നതായിരുന്നു. ഇപ്പോൾ അതും ഇല്ലാതായി. കാരണം എനിക്ക് എൻ്റെ പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൊണ്ട് എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അതായിരുന്നു കാര്യം. പുറത്ത് ഭയങ്കര ചൂട്, വിയർത്തങ്ങ് ഒഴുകുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.